3 എഞ്ചിൻ ഓപ്ഷനുകളും 11.49 ലാക്ക് റുപ്പീസ് എക്സ് ഷോറൂം പ്രൈസ്, അത് സ്റ്റാർട്ടിംഗ് പ്രൈസുമായിട്ട് ടാറ്റ മോട്ടോഴ്സ് അവരുടെ ഏറ്റവും പുതിയ സിയറനെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വോക്ക് അറൗണ്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് 11.49 ലാക്കിന് എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുണ്ടായിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ വർത്താണ്, ഒരു സെഗ്മെൻറ്റിലേക്കാണല്ലോ ഇത് വരുന്നത്. ആ ഒരു സെഗ്മെൻറ്റിലെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് എക്സ്ട്രാ ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 1991 സിയറ വാഹന വിപണിയിലേക്ക് വരുന്നത്. ആ സമയത്ത് ശരിക്കും ഒരു ഫസ്റ്റ് SUV എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ അന്ന് ടാറ്റ എടുത്തിരുന്നത് വലിയൊരു റിസ്ക്കാണ്. ഒരു 3 ഡോർ വാഹനത്തെ ഇന്ത്യൻ മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊന്നും അറിയാത്ത കാലത്ത് അങ്ങനെ ഒരു വണ്ടീനെ ഇറക്കി വിട്ടത് വലിയൊരു ചലഞ്ചായിരുന്നു. പക്ഷേ പുതിയ സിയറ 5 ഡോറാണ്, ബാക്കിലൊക്കെ ഒരുപാട് കംഫർട്ടബിൾ ആണ്. കമ്പാരിറ്റീവ്ലി സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങൾ അപേക്ഷിച്ച് വലിയ വണ്ടിയാണ്. അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം ഫ്രണ്ടിലേക്ക് വരാം. LED ഹെഡ്ലാമ്പ് യൂണിറ്റ്, ബൈ LED ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ്. ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു 17 mm തിക്നെസ് ഉള്ള ഒരു LED ഹെഡ്ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. നിലവിൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ, അതായത് ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും ചെറിയ ഹെഡ്ലാമ്പ് ഇപ്പം ടാറ്റ മോട്ടോഴ്സിൻ്റെ സിയറക്കാണ്. അത് ടാറ്റയുടെ കയ്യിലേക്ക് പോയിരിക്കുന്നു എന്നതാണ്. മറ്റൊന്നാണ് ഈ ഒരു DRL യൂണിറ്റ്. ഇത് പരസ്പരം കണക്റ്റിംഗ് DRL യൂണിറ്റാണ്. ഇത് ഇവർ ഇൻഹൗസ് ആയിട്ട്, അതായത് ഇതിന് വേണ്ടിയിട്ട് ഒരു ഫാക്ടറി തന്നെ സെറ്റ് ചെയ്തു എന്നാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. ഒറ്റ പാനലായിട്ട് ക്രമീകരിക്കപ്പെട്ടുള്ള DRL യൂണിറ്റ്, അതിനകത്ത് തന്നെയാണ് ഇൻഡിക്കേറ്ററിനെ ക്രമീകരിച്ചിട്ടുള്ളത്. സോ അതും ഒരു വല്ലാത്തൊരു ഹൈലൈറ്റ് ആണ് എന്നുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളിനെ കുറിച്ചും സംസാരിക്കാം. 21.8 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ അപ്രോച്ച് ആംഗിൾ, 30.6 ആണ് ഇതിൻ്റെ ഡിപ്പാർച്ചർ ആംഗിൾ. ഇതിൻ്റെ കോമ്പറ്റീഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ കോമ്പറ്റീഷൻ ഏതാണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സബ് 4 മീറ്റർ SUV ആണ്. അതിൽ ഏറ്റവും സെല്ലിംഗ് ആയിട്ടുള്ള ഒരു മോഡലിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 2 mm കൂടുതലാണ് ഈ വാഹനത്തിനുള്ളത് എന്നുള്ളതാണ്. ഇനി 11.49 ലക്ഷം രൂപ, അതായത് ബേസ് വേരിയൻറ്റിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഈ പരസ്പരം കണക്റ്റിംഗ് DRL യൂണിറ്റും LED ഹെഡ്ലാമ്പ് യൂണിറ്റും ഈ വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. അതായത് മൊത്തത്തിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇത് ബേസ് വേരിയൻ്റ് ആണെന്ന് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാത്ത തരത്തിൽ വാഹനം നമുക്ക് അവൈലബിൾ ആവും. നമുക്ക് ആ ഒരു പ്രൈസ് ജസ്റ്റിഫൈ ചെയ്യാം അല്ലേ. ഇനി ഡയമെൻഷനെ കുറിച്ച് സംസാരിക്കാം. 4340 മില്ലിമീറ്റർ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ടാറ്റ സിയറയുടെ ടോട്ടൽ ലെങ്ത് വരുന്നത്. ഇതിൻ്റെ കോമ്പറ്റേറ്റർ, അതായത് ഈ ഒരു C സെഗ്മെൻറ്റ് SUVയിലേക്ക് വരുന്ന സമയത്ത് 4330 ആണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള ലെങ്ത്. അതിനേക്കാളും 10 മില്ലിമീറ്റർ കൂടുതലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിയറ എന്ന് പറയണം. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരാം. 205 മില്ലിമീറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. നമ്മുടെ നാട്ടിലെ എല്ലാ റോഡിനും കേപ്പബിളാണ്. അതിന് പറ്റിയ അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും കാര്യങ്ങളും ഉണ്ട്. ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും കൂടി വരുന്ന സമയത്ത് കുറച്ചും കൂടി ഗോ എനിവെയർ എന്നുള്ള രൂപത്തിൽ ടാറ്റ സിയറ മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരൊരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം കൂടി വരുമെന്ന് ഇവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളി ആയിരിക്കും അല്ലേ. ഇനി ഇതിൻ്റെ കോമ്പറ്റേറ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് 187 മില്ലിമീറ്റർ ആണ് നിലവിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ്. സോ അതിനേക്കാളും ഫാർ ബെറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിനകത്തുണ്ട് എന്നതാണ്. ഇനി വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 19 ഇഞ്ച് വീലാണ്. അത് ബേസ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് 16 17 ഇഞ്ചായിട്ട് മാറും എന്നുള്ളതാണ്. ഇനി നമുക്ക് വീൽ ബേസിനെ കുറിച്ച് കൂടി പറയാം. വീൽ ബേസിലേക്ക് വരുന്ന സമയത്ത് 2730 മില്ലിമീറ്റർ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിയറയുടെ വീൽ ബേസ്. അത് കോമ്പറ്റീഷനിലേക്ക് വരുന്ന സമയത്ത് 2610 മില്ലിമീറ്റർ ആണ് വരിക എന്നുള്ളതാണ്. അതായത് നിലവിൽ ഇതിൻ്റെ ഈ ഒരു C സെഗ്മെൻറ്റ് SUVയിൽ ഇതിൻ്റെ കോമ്പറ്റേറ്ററിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ലോങ് വീൽ ബേസ് ഉള്ള ഒരു വാഹനമാണ്. അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക റിയർ പാസഞ്ചറിനായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റിയർ പാസഞ്ചർ സ്പേസിനായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഭംഗിനെയും കൂടി കുറിച്ച് പറയാം. ടാറ്റ സിയറയിൽ നിന്ന് വന്നിട്ടുള്ള, അതായത് പഴയ OG സിയറ അല്ലേ, അതിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു ഇൻഫിനിറ്റി ഗ്ലാസ് പോലത്തെ ഏരിയ അത് അതേപോലെ വളരെ വൃത്തിക്ക് മോഡേൺ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ്, അതുപോലെ തന്നെ ഒരു ഗ്ലോസി ബ്ലാക്ക് സൈഡ് എലമെൻറ്റുകളൊക്കെ ആയിട്ട് അതിൻ്റെ സൈഡ് പ്രൊഫൈല് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ടെയിൽ ഭാഗത്തേക്ക് വരാം. ടെയിൽ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പരസ്പരം കണക്റ്റിംഗ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ്, അത് LED ആണ്. അത് ബേസ് വേരിയൻറ്റിനകത്ത് അതേപോലെ തന്നെ ആയിരിക്കും നിലനിൽക്കുക. സിയറ എന്ന് പറയുന്ന ലെറ്ററിങ്, എനിക്ക് തോന്നുന്നു LED ടെയിൽ ലാമ്പ് യൂണിറ്റും ഇത് തന്നെയാണ്. സോ അതുകൊണ്ട് അതിൽ വലിയ കാര്യമായിട്ടുള്ള ചേഞ്ച് ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാവില്ല. 360 ഡിഗ്രി ക്യാമറ, അഡാസ്, അതൊന്നും എന്തായാലും ബേസ് വേരിയൻറ്റിൽ ഉണ്ടാവില്ല. ഇനി ടെയിൽ ഗേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ ഇത് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റിംഗ് ടെയിൽ ഗേറ്റ് ആണ്. ബേസ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് മാനുവൽ ഓപ്പറേറ്റിംഗ് ആയിരിക്കും. ഇനി ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് 622 ലിറ്റർ ബൂട്ട് സ്പേസ് നിലവിൽ ടാറ്റ സിയറക്കകത്തുണ്ട്. അത് എല്ലാ വേരിയന്റിനകത്തും എന്തായാലും സെയിം തന്നെ ആയിരിക്കുമല്ലോ. ഇനി ഇതിന്റെ കോമ്പറ്റേറ്ററിനെ സംബന്ധിച്ചിടത്തോളം 433 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഇപ്പോൾ നിലവിൽ ഇൻഡസ്ട്രിയിലുള്ളത്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഫാർ ബെറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ട്രിപ്പ് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, കുറച്ചൊരു അഡ്വഞ്ചർ എക്സ്പെഡിഷൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത് ഗംഭീരമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആയിരിക്കും എന്നുള്ളതാണ്. സോ
ഈ ഒരു പ്രൈസിന്, അതായത് 11.49 എന്ന് പറയുന്ന ആ ഒരു പ്രൈസിന് ഇത്രയും കാര്യങ്ങളാണ് എക്സ്റ്റീരിയറിനകത്തും ബൂട്ട് സ്പേസിനകത്തും നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് നോക്കിയാലോ. ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇലുമിനേറ്റിംഗ് സ്റ്റിയറിംഗ് വീൽ കാണാം. ഈ ഒരു ഭാഗത്ത് ടാറ്റയുടെ ലോഗോ ഇലുമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ബേസ് വേരിയൻറ്റിനകത്തേക്ക് വരുന്ന സമയത്ത് അതുപോലെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ 11.49 ലാഖിന് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലും നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. നിലവിൽ സീറ്റ് ലെതർ സീറ്റുകളാണ് വിത്ത് മെമ്മറി ഫംഗ്ഷൻസ്, വെന്റിലേഷൻ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അത് എന്നാലും ടോപ്പ് വേരിയൻറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബേസ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് അതിൽ ചേഞ്ച് ആയിരിക്കും. സീറ്റ് ലെതർ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ എക്സ്റ്റൻഡബിൾ തൈ സപ്പോർട്ട് ഇതും ഒരു പക്ഷേ ബേസ് വേരിയൻറ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ആ ഒരു പ്രൈസിൽ വരികയാണെങ്കിൽ അത് കിടിലനായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സ്മാർട്ട് കീ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇഗ്നിഷൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ടല്ലോ, അതും ഇങ്ങനെ തന്നെയാണ് ഇതിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ബേസ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു ഓട്ടോമാറ്റിക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഒക്കെ നല്ലതല്ലേ. നൈസ്. ഇനി വേറൊരു കാര്യം പറയാം, ഇതിൻ്റെ സൺഷെയ്ഡ്, ഈ സൺഷെയ്ഡും ഇതേപോലെ തന്നെ ബേസ് വേരിയൻറ്റിൽ ഉണ്ടാവുമെന്നാണ് ടാറ്റ പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കേട്ടോ, ഇത്രയും ഭാഗം അങ്ങനെ എക്സ്റ്റെൻഡബിൾ ഒരു ഷെയ്ഡാണ് വരിക. മിററും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഇവിടെ ഒരു പക്ഷേ മിറർ ഉണ്ടാവും, പക്ഷേ ലാമ്പും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. 3 വേ എക്സ്റ്റെൻഡബിൾ ഷെയ്ഡാണ്. അതും ബേസ് വേരിയൻറ്റിൽ അതുപോലെ ചെറിയ ചേഞ്ച്, അതായത് മിററിൻ്റെ ചേഞ്ചിൻ്റെ ഭാഗമൊക്കെ വന്നിട്ട് വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി സീറ്റിംഗ് പൊസിഷനെ കുറിച്ച് പറയുമ്പോഴേ കമാൻഡിങ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. 1344 mm അതായത് ഗ്രൗണ്ടിൽ നിന്ന് ഐ പൊസിഷൻ ആ ഒരു ലെങ്ത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇത് കോമ്പറ്റേറ്ററിലേക്ക് വരുന്ന സമയത്ത് 1305 ഉള്ളൂ. അപ്പോൾ അതിനപേക്ഷിച്ച് 40ഓളം mm ഉയരത്തിൽ, അല്ലെങ്കിൽ 40ഓളം mm മോർ കമാൻഡിങ് പൊസിഷനിലാണ് ഇരുന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് റോഡിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. നമുക്ക് ഭയങ്കര ഒരു വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ്. ഡിസ്പ്ലേ യൂണിറ്റ് എന്തായാലും മാറും. ഇത് ടോപ്പ് എൻഡിൽ മാത്രമായിരിക്കും ഇങ്ങനെ വരുന്നുണ്ടാവുക. മറ്റേ എനിക്ക് തോന്നുന്നു സാധാരണ ഡിസ്പ്ലേ യൂണിറ്റ് ആയിരിക്കും വരിക. ഈ സാധനം ഇനി ഇന്ത്യയിൽ ട്രെൻഡ് ആവാൻ പോകുന്ന വലിയ കണക്റ്റിംഗ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതേപോലെ തന്നെ വലിയൊരു സൺ റൂഫും ഈ വാഹനത്തിനകത്തുണ്ട്. 1525 mm ആണ് ഈ ഒരു സൺ റൂഫിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. ആക്ച്വലി റിയറിൽ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് തലക്ക് മുകളിലായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ വലിയ പാനോറമിക് സൺറൂഫ്. പിന്നെ 5G കണക്ടിവിറ്റി ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഇത്രയും വലിയ സൺറൂഫ് ഒരു കോമ്പറ്റീഷനിലില്ല. പിന്നെ 5G കണക്റ്റഡ് IP ബേസ്ഡ് ടെലിമാത്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയും ഇതിനകത്തുണ്ട്. അതൊന്നും ഒരു കോമ്പറ്റീഷനിലും നിലവിലില്ല കേട്ടോ. ഇനി കുറച്ച് മാത്തമാറ്റിക്സുകൾ പറയാം. ഒന്നാമത്തെ ഒരു കാര്യം, കപ്പിൾ ഡിസ്റ്റൻസിലേക്ക് വരുന്ന സമയത്ത് 900 mm ആണ് സെയ്റയുടെ കപ്പിൾ ഡിസ്റ്റൻസ്. അത് ഇതിൻ്റെ കോമ്പറ്റീഷനിലേക്ക് വരുന്ന സമയത്ത് 781 mm ആണ് എന്നുള്ളതാണ്. സെക്കൻഡ് റോ ലെഗ് റൂമിലേക്ക് വരുന്ന സമയത്ത് 973 mm ആണ് ഇതിൻ്റെ സെക്കൻഡ് റോ ലെഗ് റൂം. അത് ഇതിൻ്റെ കോമ്പറ്റീഷനിലേക്ക് വരുന്ന സമയത്ത് 900 ഉള്ളൂ. അതായത് 73 mm ഇതിൻ്റെ സെക്കൻഡ് റോ ഇത് കൂടുതലുണ്ടെന്നാണ്. ഇനി ഫസ്റ്റ് റോൻ്റെ ഷോൾഡർ റൂമിലേക്ക് വരുന്ന സമയത്ത് സെയ്റക്കകത്ത് 1415 mm ഇതിൻ്റെ കോമ്പറ്റീഷനിൽ 1367 mm. ഫസ്റ്റ് റോൻ്റെ ഹെഡ് റൂം, അതായത് നമ്മളെ തലൻ്റെ ഭാഗം വരുന്നത് 1042 mm ആണ്. അത് ഇതിൻ്റെ കോമ്പറ്റീഷൻ ഇട്ട് കൈകാര്യം ചെയ്യുന്ന സമയത്ത് 1025 mm ഉള്ളൂ എന്നുള്ളതാണ്. അത് സെക്കൻഡ് റോ ഹെഡ് റൂമിലേക്ക് വരുന്ന സമയത്ത് 1005 mm ആണ്. അത് മറ്റേലേക്ക് വരുന്ന സമയത്ത് 985 mm മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ കോമ്പറ്റീഷനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ലെഗ് റൂമും ഹെഡ് റൂമും സ്പേസും ഷോൾഡർ സ്പേസും ഒക്കെയും കൂടുതലാണ് എന്ന്. എഞ്ചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ കൂടി പറയാം. ഒന്ന്, സൈഡ് വ്യൂ മിറർ. ഇതിനകത്തുള്ള ഈ ഒരു ടേൺ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, ഇത് 11.49 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടും. അതായത് ബേസ് വേരിയൻറ്റിനകത്താകുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ഡ്യുവൽ ടോൺ കളർ പാറ്റേൺ ഉണ്ടല്ലോ, ഇതും ബേസ് വേരിയൻറ്റിൽ അതേപോലെ നിലനിർത്തും. ഇനി നമ്മൾ സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ട് ഒരു ഷെയ്ഡ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കാലത്ത്, അതായത് കുറച്ച് കാലം മുമ്പ് വരെയൊക്കെ പ്രീമിയം കാറുകളിൽ മാത്രം കണ്ടിരുന്ന ഒരു സാധനമാണ് റിയർ പാസഞ്ചർ ഷെയ്ഡ്. വലിയ ഹൈ എൻഡ് വാഹനങ്ങളിൽ ഇത് നമുക്ക് 11.49 ലക്ഷം രൂപയുടെ ബേസ് വേരിയൻറ്റ് ടാറ്റ സിയറയുടെ അകത്ത് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇതാണ് റിയർ സീറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള, മോർ ലെഗ് റൂം ആയിട്ടുള്ള, മോർ ഹെഡ് റൂം ആയിട്ടുള്ള ഒരു സ്പേസാണ്. ഇത് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ടാബ്ലറ്റ് പോക്കറ്റ്, അതുപോലെ ഒരു മൊബൈൽ പോക്കറ്റ്, ഫയൽ പോക്കറ്റിന് പകരം ഇനി അങ്ങനെയൊക്കെ പറയണം, ആ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ C ടൈപ്പ് ചാർജിങ് പോർട്ടുകളും AC വെൻറ്റും ഒക്കെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഹാൻഡ് റെസ്റ്റിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് റൂമും ഹെഡ് റൂമും ഒക്കെയുള്ള ഒരു റിയർ പാസഞ്ചർ സീറ്റാണ് ടാറ്റ സിയറയ്ക്കകത്ത് വന്നിട്ടുള്ളത്. റിയർ സീറ്റിലേക്ക് വരുന്ന സമയത്ത് 2 ഹൈലൈറ്റ് കൂടെ ഉണ്ട്. ഒന്ന് ബോസ് സീറ്റ്, മാനുവലി ഓപ്പറേറ്റിംഗ് ബോസ് സീറ്റാണ്. അത് ബേസ് വേരിയൻറ്റിനകത്ത് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഉണ്ടെങ്കിലും അടിപൊളിയായിരിക്കും, അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു വാലറ്റ് ഏരിയ കാണാം.
പേഴ്സൊക്കെ വെക്കാൻ പറ്റിയ തരത്തിൽ ഇവിടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ് റിയർ പാസഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം. ഇതും ബേസ് വേരിയൻറ്റിൽ ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു കേട്ടോ. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഗ്ലോബൽ എൻക്യാപ് ടെസ്റ്റിംഗ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു USP അതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ആ ഗ്ലോബൽ എൻക്യാപ് ടെസ്റ്റിങ്ങിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഈ വാഹനത്തിനകത്തുണ്ട്. ഇനി വേറൊരു കാര്യം, ടാറ്റ സിയറിൻ്റെ ലോഞ്ച് ഇത് മുംബൈയിൽ വെച്ച് നടന്ന സമയത്ത് ഇവർ കാണിച്ച മറ്റൊരു ഇന്നോവേഷൻ ഉണ്ട്. 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് സേഫ്റ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സിയറുകൾ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് അതിനകത്തുള്ള ആളുകൾ എത്രമാത്രം സേഫാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ടാറ്റ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. നൈസ്, പുതിയ ഒരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് എഞ്ചിനിലേക്ക് വരാം. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ 2 പ്രാവശ്യം വലിച്ചിട്ട് അകത്തുനിന്ന് തുറക്കുക. അതായത് ലോക്കും ഇതിൻ്റെ കൂടെ തന്നെ അൺലോക്കായി വരുന്ന തരത്തിലാണ്. പക്ഷേ ഹൈഡ്രോളിക് സ്ട്രെട്ടൊന്നും കൊടുത്തിട്ടില്ല. ഹുഡ് നല്ല വെയിറ്റ് ഉണ്ട്. ബേസ് വേരിയൻറ്റിനകത്തും അത് അതേപോലെ തന്നെ വെയിറ്റ് നിലനിൽക്കും. അതുകൊണ്ട് ഫ്രണ്ട് അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തകരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 3 എഞ്ചിൻ ഓപ്ഷനുകളാണ് നിലവിലുള്ളത്. ഒരു 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. മൂന്നിനെ കുറിച്ചും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്തു. ആദ്യത്തത് 1.5 ലിറ്റർ ടർബോ ചാർജഡ് ഗ്യാസലീൻ എഞ്ചിൻ, ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ്. 160 PS പവറും 255 Nm ടോർക്കും അത് ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. രണ്ടാമത് വരുന്നത് ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. അത് 106 PSും 145 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. പിന്നെയുള്ളത് ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ടർബോ ചാർജർ ഡീസൽ എഞ്ചിൻ 6 സ്പീഡ് മാനുവലിനകത്തും 80-കകത്തും അവൈലബിൾ. 7 DC ഇട്ടുണ്ടാവും, പെട്രോളിനകത്ത് മാത്രമാണ്. ഇത് 118 PS പവറും ഓട്ടോമാറ്റിക്കിനകത്ത് 280 Nm ടോർക്കും മാനുവലിനകത്ത് 260 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലാണ് ഈ എഞ്ചിൻ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ബേസ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് മോസ്റ്റ്ലി നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വ്യക്തമാവേണ്ടതുണ്ട്. സെറൻ അവതരിപ്പിച്ച സമയത്ത് ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ കുറച്ച് ആക്സസറീസിനും കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. സോ ആക്സസറീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാവും എന്നുള്ള ആ ഒരു ഭാഗം കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ സെറ എന്ന് പറയുന്ന ഒരു ലെറ്ററിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ഗ്രിൽ പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിനെ മൊത്തം കവർ ചെയ്തുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റും കാണാൻ പറ്റും. പല ആൾക്കാരും പറഞ്ഞിരുന്നു ഇനി ആ ഒരു ലോഗോയും കൂടി ചേഞ്ച് ചെയ്താൽ അടിപൊളി ആയിരിക്കും എന്നുള്ളത്. അവർക്കുള്ളതാണിത്. ടാറ്റയുടെ ലോഗോ ഫ്രണ്ടിൽ കാണാനില്ല എന്നുള്ളതാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയും ഒരു ആക്സസറീസ് എലമെൻറ്റ് കാണാം. കുറച്ചുകൂടി ഒരു ബോൾഡ് ലുക്ക് കൊടുക്കാൻ അത് സഹായിക്കുന്നുണ്ട്. ആ ഒരു കൈ പോലൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത്. എന്നാലും ഒരു ബോൾഡ് പ്രസൻസ് അത് സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫ്രണ്ടിൽ പ്രധാനമായിട്ടും മുതൽ ചേഞ്ച് ഇതാണ്, പക്ഷേ അത് ഒറ്റയടിക്ക് വണ്ടിയുടെ ലുക്ക് മൊത്തം മാറ്റി കളഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ഹുഡ് ഓർണമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു പ്ലാസ്റ്റിക് എലമെൻ്റ് ആണ്. അതിനകത്ത് ഈ ഒരു മെറ്റീരിയൽ ഇല്ലേ, ഇത് കുറച്ചും കൂടി ആ ഒരു റഗഡ്നെസ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതേ സാധനം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊക്കെ നിങ്ങൾ നേരത്തെ പല വാഹനങ്ങളും സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് ഏതൊക്കെയെന്നാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യും. അതുപോലെ ഇവിടെ നമുക്ക് നമ്മുടെ വീൽ ആർക്കിൻ്റെ ഭാഗത്തും ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ക്രാച്ചസ് അവോയ്ഡ് ചെയ്യാൻ അത് കുറച്ചുകൂടി സഹായിക്കുമെന്ന് എനിക്ക് തോന്നി. കാരണം ഇതൊരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആണ് എന്നുള്ളതാണ്. ഒരു സ്റ്റെപ്പ് കാണാം, അതിനകത്തും ആ ഒരു എലമെൻറ്റ് കാണാം. ഇത് ഫോൾഡബിളോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അങ്ങനെയൊന്നുമല്ല, അങ്ങനെ തന്നെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റെപ്പാണ് എന്നുള്ളതാണ്. കാരിയർ കാണാം. സ്വാഭാവികമായിട്ടും ഓഫ് റോഡിനൊക്കെ പോകുന്ന സമയത്ത് സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകാനൊക്കെ അത് സഹായിക്കും. ഇനി അതിൻ്റെ മുകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഫോൾഡബിൾ സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കയറി ഇറങ്ങാനൊക്കെ സഹായിക്കും. ഇവിടെ ഒരു സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ക്രാച്ച് പ്രൂഫ് ആവാൻ സഹായിക്കും എന്നുള്ളത്. അതുപോലെ ഇവിടെ ഇതാ ഒരു ഡിസൈൻ എലമെൻറ്റ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. നൈസ്. അതുപോലെ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇൻഫിനിറ്റി ഗ്ലാസ് സെറ്റപ്പാണ് എന്നുള്ളതാണ്. ഇനി ബാക്കിലേക്ക് വരുന്ന സമയത്തും ടാറ്റയുടെ ലോഗോനെ കവർ ചെയ്തുകൊണ്ട് സേറ എന്ന് പറയുന്ന ആ ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റിനെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അതിനിടയിൽ ഒരു കാര്യം ചോദിക്കാം. ഈ ഒരു ഭാഗം കാണുന്ന സമയത്ത് ഇതാ ഈ ഒരു സ്റ്റെപ്പും ഈ ഒരു കാരിയറും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കൂടി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടാം. ഇനി ബാക്കിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നമുക്ക് കെട്ടി വലിക്കാനുള്ളൊരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കെട്ടി വലിക്കാൻ പറ്റുമായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ഓക്കെ. ഇനി ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തും കുറച്ച് ആക്സറീസ് അവർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അതിൻ്റെ കുറേ ആക്സറീസ് ഒക്കെ ഇവിടെ ഇവർ കാണിച്ചിട്ടുണ്ട്, ക്യാമ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ ക്യാമ്പിങ്ങിന് പോകുന്ന സമയത്ത് 2 ആൾക്കാർക്ക്, കപ്പിൾസിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ ഇരിക്കാം, വാട്ടർ ബോട്ടിൽ വെക്കാം, അങ്ങനത്തെ ഒരു ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ലെതർ എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരിക്കാം. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിരിക്കുമ്പോൾ തലമുട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും ഇല്ല, ഇങ്ങനെ ഇരിക്കാം. ഈ ഇരുത്തത്തിൽ നല്ല അടിപൊളിയാണ്. കുഴപ്പമില്ല, കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു വെഹിക്കിൾ ടു ലോഡ് പോലത്തെ ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. കോഫി മെഷീനാണ്, കോഫി ഉണ്ടാക്കി കുടിക്കാം. അത് ഇവിടെ തന്നെ വലിക്കുന്നതാണ്. ആ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോക്കറ്റിൽ നിന്ന്. ഇതൊരു EV ഒന്നുമല്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. സോ ഇങ്ങനെ ഒരു ആക്സസറീസ് പാക്ക് കൂടി സിയറിൻ്റെ കൂടെ ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതും വേണമെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്.
സോ ഇത്ര നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് 11.49 ലക്ഷം രൂപക്ക് ബേസ് വേരിയൻറ്റിൽ എന്തൊക്കെ കിട്ടും, അത് ഇതിൻ്റെ കോമ്പറ്റേറ്ററിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം മുന്നിലാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. സോ ഇത്രയും നിങ്ങൾ കേട്ടത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതായത് ഈ ഒരു പ്രൈസിന് ഇത് വെർത്താണോ, ആ പ്രൈസിൽ ഇന്നയും കൂടി ഫീച്ചർ ആഡ് ചെയ്യാമായിരുന്നു, ഇതും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. സോ ആ ഒരു കമൻസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അതുവരെ ചെറിയൊരു ബ്രേക്ക്.